മോട്ടോർ വാഹന ലൈസൻസ് പരിശോധനാ രീതികളിൽ കാലാനുസൃതമായ പരിഷ്കാരവുമായി എത്തിയിരിക്കുകയാണ് MVD. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് ഘട്ടത്തിൽ റിവേഴ്സ് ക്യാമറയുടെയും പാർക്കിംഗ് സെൻസറുകളുടെയും സഹായം തേടാൻ പരീക്ഷാർത്ഥികൾക്ക് അനുമതി നൽകും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ പിൻപറ്റിയാണ് ഇത്തരത്തിൽ സുപ്രധാന മാറ്റം കേരളത്തിലും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇതുവരെയുള്ള നിയമപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റിയർ വ്യൂ ക്യാമറകളോ ഡിസ്പ്ലേകളോ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി തന്നെ വിലക്കിയിരുന്നു. വശങ്ങളിലെ സൈഡ് മിററുകളും കാറിനുള്ളിലെ റിയർ വ്യൂ മിററും മാത്രം നോക്കി കൃത്യമായി വാഹനം പിന്നോട്ടെടുക്കുന്നവരെ മാത്രമാണ് പരീക്ഷയിൽ വിജയിപ്പിച്ചിരുന്നത്. വാഹന നിർമ്മാണ മേഖലയിലുണ്ടായ ഈ സാങ്കേതിക മുന്നേറ്റം മുൻനിർത്തി ഡ്രൈവിംഗ് പരീക്ഷകളും പരിഷ്കരിക്കണമെന്ന ആവശ്യം ദീർഘനാളായി തന്നെ ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഒടുവിൽ വന്നിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് പല രീതികളും ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരീക്ഷാർത്ഥികൾ പൂർണ്ണമായും ക്യാമറ ഡിസ്പ്ലേയിലേക്ക് മാത്രം നോക്കി വാഹനം പിന്നോട്ടെടുക്കാൻ പാടുള്ളതല്ല. പരമ്പരാഗത ശൈലിയിലുള്ള സൈഡ് മിററുകളും ഇൻസൈഡ് മിററും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കണം വാഹനം നിയന്ത്രിക്കേണ്ടത്. ടെസ്റ്റിനിടെ ഉദ്യോഗാർത്ഥി സൈഡ് മിററുകൾ ശ്രദ്ധിക്കാതെ പൂർണ്ണ സമയവും ഡാഷ്ബോർഡിലെ ക്യാമറ സ്ക്രീനിൽ മാത്രം നോക്കിയാണ് വാഹനം ഓടിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അത് പരീക്ഷയിൽ പിന്നീട് അയോഗ്യത കൽപ്പിക്കാൻ കാരണമാകുമെന്ന് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനാണ് ഇത്തരം നിബന്ധനകൾ. സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ ഒരു മാറ്റമാണ് ഇത്തരത്തിൽ പരീക്ഷാർത്ഥികൾക്ക് കൂടുതൽ സഹായകമാകുന്നത് എന്ന് അധികൃതർ പറയുന്നുണ്ട്. അതേസമയം 18 വയസ്സ് പൂർത്തിയാകും മുൻപേ തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചുവെന്ന മോട്ടോർ വാഹന വകുപ്പ് രേഖകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി മുൻ മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത് വന്നു. എനിക്ക് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, ലൈസൻസ് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. 18 വയസ്സ് പൂർത്തിയാകും മുമ്പെയാണ് ഇത്തരത്തിൽ ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിൽ വ്യക്തമായത്. അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് മുൻമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടത്. അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, ലൈസൻസ് പിടിച്ചു വാങ്ങാൻ തനിക്ക് പറ്റില്ല എന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന വിശേഷണം കൂട്ടിച്ചേർത്തതിൽ തെറ്റില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. MLA ആയിരുന്നല്ലോ എന്നായിരുന്നു ഗണേഷ് കുമാർ മറുപടി പറഞ്ഞത്. അങ്ങനെ വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി. MLA എന്ന അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർ ടൈപ്പ് ചെയ്തപ്പോൾ മനസ്സിൽ തോന്നി MLA എന്ന് ചേർത്തതാകാം. അങ്ങനെ ചെയ്തവർക്കെതിരെ നടപടി എടുക്കണം, ഗണേഷ് കുമാർ പറഞ്ഞു. ഇതിന്റെ പേരിൽ തന്റെ ലൈസൻസ് റദ്ദാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.